ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2023 നമ്മുടെ ഡൽഹി മോട്ടോ എക്സ്പോയിൽ നമ്മുടെ മാരുതി സുസുക്കി 2 കാറ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ജിമിനിയും നമ്മൾ ഈ കാണുന്ന ഫ്രോങ്സും. അപ്പം നമ്മൾ ഈ ഫ്രോങ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയിൽ പറയാൻ പോണേ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വെൽക്കം ടു ആദിത്യ വ്ലോഗ്സ്. ഒറ്റ നോട്ടത്തിൽ നമ്മൾ ഈ ഫോക്സ് കാണാൻ നേരത്ത് ഗ്രാൻഡ് വിറ്റാറയുടെയൊക്കെ ഒരു ലുക്ക് തോന്നിക്കുമെങ്കിലും മറ്റേ നമ്മുടെ ബലേനയുടെയൊക്കെ ഒരു ക്രോസ് ഓവറാണ് ഈ ഒരു ഫോക്സ്. പിന്നെ നമ്മളിതിൻ്റെ ഗ്രില്ല് നോക്കുവാണെങ്കിൽ തന്നെ മറ്റേ ഗ്രാൻഡ് വിറ്റാറയുടെയൊക്കെ ഒരു കറക്റ്റ് ഒരു സാദൃശ്യം ഇങ്ങനെ തോന്നിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷൻ നോക്കുവാണെങ്കിൽ തന്നെ ഒരു വെർട്ടിക്കൽ ടൈപ്പായിട്ടാണ് നമ്മൾ ഈ ഫ്രണ്ട് പോർഷൻ വരുന്നത് കേട്ടോ. നമ്മുടെ ഈ ബോണറ്റിൻ്റെ സൈഡിലൊക്കെ ഇല്ലേ, ബോണറ്റ് ഇച്ചിരി ഉള്ളിലേക്ക് കയറിയിട്ടാണ് ബോണറ്റ് ഇങ്ങനെ വരുന്നത്. അത് ഈ മേളിൽ ഇങ്ങനെ ഒരു ഇതിലാണ് ബോണറ്റ് വെച്ചിരിക്കുന്നത്. അതായത് ഇവിടെ നിന്നാണ് ഇങ്ങനെ ഇങ്ങനെ തുറന്നിങ്ങനെ വരുന്നത് ബോണറ്റ് കേട്ടോ. നമ്മളിതിൻ്റെ സൈഡ് പോർഷൻ നോക്കുവാണെങ്കിൽ കറക്റ്റ് നമുക്കൊരു ബലേനയുടെ കറക്റ്റ് ഒരു ഇത് തോന്നിക്കത്തില്ലേ. ആ ഗ്ലാസ് പോർഷൻ ആണെങ്കിലും ആ ഒരു ഗ്ലാസിൻ്റെ ഇതൊക്കെ ആണെങ്കിലും ആ സൈഡ് പോർഷൻ ആണെങ്കിലും പിന്നെ നമ്മളിതിൻ്റെ ബാക്ക് പോർഷനിലേക്ക് വരാൻ നേരത്തുണ്ടല്ലോ അടിപൊളി ഒരു ഷാർക്ക് ആൻറ്റിനെ ഇതിൻ്റെ പുറത്തിങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈറ്റിങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റ് വരുന്നുണ്ടല്ലോ ഇങ്ങനെ അത് ഇങ്ങോട്ട് ഇങ്ങനെ കയറിയാണ് ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റ് വരുന്നത് കേട്ടോ. അതേപോലെ ഇതിൻ്റെ ആ ഒരു ബ്രേക്ക് ലൈറ്റ് ഒരു 777 എഴുതിയുള്ളൊരു ബ്രേക്ക് ലൈറ്റ് പോലെ നമുക്ക് തോന്നിക്കും. ഒരു ക്യൂബിക് ആ ഒരു സംഭവമാണിത്. പിന്നെ ഇവിടെ ഒരു ഫ്രോങ്സിൻ്റെ ഒരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബമ്പർ. പക്ഷേ ഇതിൻ്റെ ഇത് വരുന്നുണ്ടല്ലോ സൈലൻസർ വരുന്നത് അങ്ങ് അകത്താണ് കേട്ടോ, നമുക്ക് കാണത്തില്ല. ഭയങ്കര ഉള്ളിലേക്കാണ് ഇതിൻ്റെ സൈലൻസറൊക്കെ വരുന്നത് കേട്ടോ. നമുക്കിനി ഇതിൻ്റെ ഡിക്കി സ്പേസ് നോക്കാം. ഡിക്കി സ്പേസ് നല്ല അടിപൊളി ഡിക്കി സ്പേസ് ആണ്. ഇതിങ്ങനെ പോയിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ ഒരു അടിപൊളി ഒരു സ്പേസ് ഇതിനകത്തുണ്ട്. നല്ലൊരു ഫാമിലിക്ക് ഒരു ട്രിപ്പൊക്കെ പോകാൻ പറ്റുന്ന ഒരു ഇതൊക്കെയാണ് ഇവിടെ. ഭയങ്കര ഒരു സ്പേസാണ് ഡിക്കി. പിന്നെ കുറച്ച് സ്വിച്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും, പിന്നെ ഓട്ടോമാറ്റിക് ഓഫ് ഓൺ ചെയ്യാനുള്ളത്, പിന്നെ ഹെഡ്ലൈറ്റ് ഇത് ചെയ്യാനുള്ള സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്വിച്ച് കീയുടെ ഒരു ഇത് വരുന്നുണ്ട്. അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റിയറിങ്ങും ഡി ഷേപ്പിലുള്ള ഒരു സ്റ്റിയറിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. വോളിയം ഈ സ്റ്റിയറിങ്ങിൽ തന്നെ വോളിയം ചേഞ്ച് ചെയ്യാനും നമ്മുടെ കോളൊക്കെ എടുക്കാനുള്ള സിസ്റ്റം അതിൻ്റെയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ പിന്നെ മീറ്റർ കൺസോൾ അനലോഗായിട്ടാണ് വരുന്നത്. അടിപൊളി ഒരു AC ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ താഴത്ത് ഇപ്പോൾ ഡ്രൈവർക്ക് എന്തെങ്കിലും ഫോണോ എന്തെങ്കിലും അവർക്ക് പേഴ്സൊക്കെ വെക്കാനുള്ള ഇവിടെ അതിൻ്റെ ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി കുറച്ച് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കാലൊക്കെ ഫുഡ് റെസ്റ്റൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. അതുപോലെ ഹൈറ്റും അതേപോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഹൈറ്റ് ഇവിടെ ഉണ്ട്. അതേപോലെ അപ്പുറത്തും അതേപോലെ സീറ്റ് ഈ ഡോർ സൈഡും അതേപോലെ ഇങ്ങനെ ഇവിടെയും ഇങ്ങനെ കൺട്രോളറുണ്ട്. നമ്മൾ ഇനി ബോണറ്റ് തുറക്കാൻ പോവാണ്. മറ്റേ ഓട്ടോമാറ്റിക് ഒന്നുമല്ല, നമ്മൾ തന്നെ ഇതിങ്ങനെ വെച്ച് സെറ്റാക്കി വെക്കണം. ഇങ്ങനെ വെക്കണം. 1.2 ലിറ്ററിൻ്റെ എൻജിനാണ് കേട്ടോ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള എൻജിൻ റൂം അടിപൊളി. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്തത് ഇതിൻ്റെ ഓടിച്ച് ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അമലേട്ടനാണ്. അമലേട്ട പറയും എങ്ങനെയുണ്ട് ഓടിച്ചിട്ടുണ്ട്? ഹായ്, നമ്മളിപ്പോൾ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇത് 1.2 ലിറ്റർ AMT ആണ് വണ്ടി. അപ്പോൾ വണ്ടി നമുക്ക് കംഫർട്ടായിട്ടൊക്കെ ഓടിക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. കാരണം AMT ആണ്, അതുകൊണ്ട് തന്നെ പ്രൈസിന് കുറവുണ്ട്, മെയിൻ്റനൻസും വളരെ കുറവാണ് മറ്റ് ട്രാൻസ്മിഷനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പിന്നെ ഇതിൻ്റെ പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇത്തിരി പൊളിച്ചോടിക്കണം. ഇത്തിരി എന്തൂസിയാസ്റ്റ് ആണ്, നമുക്ക് വണ്ടി പൊളിച്ചോടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം AMT ആയതുകൊണ്ട് തന്നെ അപ്പ് ഷിഫ്റ്റ് ചെയ്യാനും ഡൗൺ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ ഇത്തിരി സമയം എടുത്തിട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഹെഡ് നോട്ട്സ് വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ചെറിയ രീതിയിൽ ഹെഡ് നോട്ട്സ് ഒക്കെ നമുക്ക് വരുന്നുണ്ട് വണ്ടിക്ക്. എൻജിൻ അത്യാവശ്യം റെസ്പോൺസീവ് ആണ്. ഷിഫ്റ്റ് ഡൗൺ ചെയ്യുന്നതിൻ്റെ ഒരു ഡിലേ എടുക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഓടിച്ചടക്കാം ടൗണിലൊക്കെ. സ്റ്റിയറിങ് അങ്ങനെ ഫീഡ്ബാക്കൊക്കെ കുറവാണ്. നമുക്ക് റോഡിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിയിക്കുന്നില്ല. പക്ഷേ ഈ വണ്ടിയുടെ ഉദ്ദേശം അതല്ല, വണ്ടി കംഫർട്ടായിട്ട് ഓടിക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ റോഡിലെ ഈ നമ്മുടെ കുഴിയൊക്കെ അറിയിച്ചിട്ട് നമ്മുടെ കംഫർട്ട് കുറക്കണ്ടെന്നാണ് മാരുതി ഇതിൽ തീരുമാനിച്ചിരിക്കുന്നത്. കംഫർട്ടിനെയാണ് മൊത്തത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ബലേനയുടെ അതേ സ്വഭാവം തന്നെയാണ് കാണിക്കുന്നത്. കാരണം ബേസ് ബലേന തന്നെ ആയതുകൊണ്ട് തന്നെ, ഷാസി ബലേന ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ
ഇതിൽ ബലേനോയുടെ അതേ ഡ്രൈവിംഗ് ഡൈനാമിക്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. സ്റ്റിയറിംഗ് കുറച്ച് ഹെവിനെസ് ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല. നമുക്ക് ഇത്ര ഹൈ സ്പീഡിലൊക്കെ പോകണമെന്നുണ്ടെങ്കിലും വണ്ടി സ്റ്റേബിൾ ആണ്. നമുക്ക് ആ ഹെഡിനോട് ഇപ്പം നമ്മൾ കാല് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ AMTയുടെ ഹെഡിനോട് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. കണ്ടോ, ഒന്ന് മുന്നോട്ട് പോകുന്നുണ്ട് കാല് കൊടുത്ത് കഴിയുമ്പോൾ. വണ്ടി ഓരോ ഷിഫ്റ്റിലും നമ്മളത് വണ്ടി ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ അറിയിക്കും. ചവിട്ടി ഓടിക്കാതിരിക്കാനാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ഈ വണ്ടി എടുക്കുന്നത് തന്നെ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി മൈലേജ് ഉള്ളവരാണ് എന്തായാലും മാരുതി എടുക്കുന്നത്. ഫസ്റ്റ് പ്രയോറിറ്റി മൈലേജ്, പിന്നെ നമ്മുടെ അതിൻ്റെ മെയിൻ്റനൻസ് ഫ്രീ, ഡീസൽ വാല്യൂ ഇതെല്ലാം വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പൊളിച്ചോടിക്കുന്ന ആൾക്കാരല്ല ഇത് എടുക്കുന്നത്. എന്തായാലും ഇതൊക്കെ എടുക്കുന്ന ഒരു ഫാമിലി ഓറിയന്റഡ് ഫാമിലി ഓറിയന്റഡ് ആൾക്കാർക്ക് ഉദ്ദേശിച്ചാണ് എടുക്കുന്നത്. അവർക്ക് എന്താണോ വേണ്ടത് അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ബലേനോ ക്രോസ് എന്ന് വേണം നമുക്ക് ഇതിനെ വിളിക്കാം ഫ്രോൺസിനെ. അതിന്റെ വേറൊരു പ്രത്യേകത, ഇപ്പൊ കോമ്പറ്റീഷനിൽ ഇപ്പൊ ക്രോസുകളൊന്നും തന്നെ ഇല്ല പലപ്പോഴും. അത് ഒരു ഡൈയിങ് ബ്രീഡാന്ന് വേണേൽ പറയാം. കാരണം നേരത്തെ ഒരുപാട് ക്രോസുകൾ ഉണ്ടായിരുന്നു. ഈവൻ മാരുതിയുടെ എസ് ക്രോസ്, എനിക്ക് തോന്നുന്നു മാരുതിയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടികളിലൊന്നാണ് മാരുതി എസ് ക്രോസ്. പിന്നെ WRV ഉണ്ടായിരുന്നു ജാസ് ബേസ്ഡ് ആയിട്ട്. നമുക്ക് i20 ആക്റ്റീവ് ഉണ്ടായിരുന്നു, എറ്റിയോസ് ക്രോസ് ഉണ്ടായിരുന്നു. നമുക്ക് ഫിഗോ ബേസ്ഡ് ആയിട്ട് ഫ്രീ സ്റ്റൈൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ക്രോസുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ക്രോസ് എന്ന് പറയുന്ന ഒരു ബ്രീഡ് ശരിക്കും ഒരു ഡൈയിങ് ബ്രീഡാണ്. കാരണം എല്ലാവർക്കും SUV മതി, എല്ലാവർക്കും ഹാഷ് ബാക്സ് പോലും വേണ്ട. ഇപ്പോൾ എല്ലാവർക്കും SUV എന്ന് പറയുന്ന ആ ഒരു ടാഗ് മാത്രം മതി എല്ലാവർക്കും. റിവേഴ്സ് ഗൈഡ് ലൈൻസ് വരുന്നുണ്ട്, അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് അല്ല, നോർമൽ ഗൈഡ് ലൈൻസ് ആണ് വരുന്നത്. എന്നാലും ഇറ്റ് ഡസ് ദ പർപ്പസ്. സ്റ്റിയറിംഗ് ഫീലും ഫീഡ്ബാക്കൊന്നും അങ്ങനെ ഇല്ല. കാരണം അതെല്ലാം ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവർ സ്റ്റിയറിംഗ് ഒരു കംഫർട്ട് ഓറിയന്റഡ് സ്റ്റിയറിംഗ് ആണ്. ഈ ഹെഡിനോടാണ് നമുക്കൊരു ചവിട്ടി ഓടിക്കാൻ നോക്കുമ്പോൾ ഒരു പ്രശ്നം. കണ്ടോ, സൗണ്ടും ഒരു കുറച്ച് നോയ്സ് അകത്തേക്ക് വരുന്നുണ്ട്. ഒരു CVTയുടെ ഒക്കെ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നുണ്ട് ചെറുതായിട്ട്. പക്ഷേ കുഴപ്പമില്ല, സൗണ്ട് കുഴപ്പമില്ല. അത്യാവശ്യം സൗണ്ടൊക്കെ പുറത്തുനിന്നുള്ള സൗണ്ടൊന്നും അധികം അകത്തേക്ക് വരുന്നില്ല. നോയ്സിലൊക്കെ കാറ്റിന് സൗണ്ടൊക്കെ തന്നെയാണെങ്കിലും അധികം അകത്തേക്ക് വരുന്നില്ല. ഒരു 80 to 100 ക്രൂസ് ചെയ്യാൻ വളരെ കംഫർട്ടാണ് വണ്ടി. നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാണ്ട് 80 to 100 നമുക്ക് ക്രൂസ് ചെയ്യാൻ പറ്റും. ഇന്റീരിയറൊക്കെ ഒരു ടിപ്പിക്കൽ മാരുതി ഇന്റീരിയർ തന്നെയാണ്. പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒന്നും വലിയ പ്രശ്നമില്ല. ഇവിടെയൊക്കെ സോഫ്റ്റ് ടച്ച് പ്ലാസ്റ്റിക് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ടച്ച് ചെയ്യുന്ന മേലിലൊക്കെ ഭാഗത്തൊക്കെ സ്റ്റോർ പാഡിലൊക്കെ ഒരു ക്ലോത്തിൻ്റെ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ നല്ല ടച്ചാണ്. ഈ കളർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു പ്രീമിയം ഫീലൊക്കെ വരുന്നുണ്ട് അകത്ത്. ബർഗണ്ടി കളറാണ്. ബർഗണ്ടി കളറും ഇവിടെ ഒരു എന്താണ് ഈ കളർ എന്താ പറയുക, കളറിന്റെ കാര്യത്തിൽ ഓക്കെ, നമ്മള് ഒരു സിൽവർ കളർ ഒരു എന്നും വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ഇതിന്റെ ഇൻഡിക്കേറ്ററിന്റെ സൗണ്ടിന് കുറച്ച് വോളിയം കൂടുതലാണ് ഒരു ഡൗട്ട്. അതെ, എനിക്കത് തോന്നി. നമുക്കൊന്ന് മാനുവൽ മോഡിലേക്ക് ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഡൗൺ ഷിഫ്റ്റ് ഒക്കെ പെട്ടെന്നാവുന്നുണ്ടോ എന്ന് നോക്കാം. നമ്മളിപ്പോൾ മാനുവൽ മോഡിലേക്കാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് ഡൗൺ ചെയ്ത് നോക്കാം. ഡൗൺ ആകുന്നുണ്ട്. എത്ര നേരം ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. അത്യാവശ്യം ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആണല്ലേ? അത് അതെ അതെ, ശരിയാ, കുഴപ്പമില്ല. സ്പീഡ് അടിക്കുന്നുണ്ട്. മാനുവൽ മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഹെഡിനോടൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കൊരു, എനിക്കൊന്ന് മാനുവൽ മോഡിലിട്ട് ഓടിക്കുന്നതാണ് ഏറ്റവും ഒരു സ്മൂത്ത്നെസ് തോന്നുന്നത്. അതെ അതെ, അത്യാവശ്യം ആക്സിലറേഷൻ ഒക്കെ നല്ല പക്കായിട്ട് പോകുന്നുണ്ട് മാനുവൽ മോഡിൽ. നല്ല രീതിയിൽ തന്നെ മാനുവൽ മോഡിൽ ഇടുമ്പോൾ കൊള്ളാം. ഡ്രൈവിംഗ് റെസ്പോൺസ്, എഞ്ചിൻ റെസ്പോൺസ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം, ഒന്ന് ഡൗൺ ചെയ്ത് നോക്കാം. നമുക്കൊന്ന് ഫ്രണ്ടിലെ വണ്ടിക്ക് ഇത്തിരി ഗ്യാപ്പ് കൊടുത്തിട്ട് നമ്മളൊന്ന് ഗിയർ ഷിഫ്റ്റ് നമ്മൾ സെക്കൻഡിലേക്ക് ഡൗൺ ചെയ്തു. വണ്ടി കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള ആക്സിലറേഷൻ ഉണ്ട്. റെഡ് ലൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ വണ്ടി. റെഡ് ലൈൻ വരെ ഹോൾഡ് ചെയ്യുന്നുണ്ട് വണ്ടി. ഗിയർ വണ്ടി നേരെ എടുത്ത് അപ്പം ആക്കുന്നില്ല. എങ്ങനെ ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നെങ്കിലും നേരെ മാനുവൽ മോഡിലേക്ക് ഇടുക. ഒന്ന് പൊളിച്ച് ഓടിക്കുക. നമുക്ക് ടൗണിലൊക്കെ ഇട്ട് കറക്കി എടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ലൈറ്റ് സ്റ്റിയറിംഗ് ആണ്, ടേണിംഗ് റേഡിയസ് വളരെ കുറവാണ്. അപ്പൊ അതെല്ലാം കൊണ്ട് തന്നെ നമുക്ക് ഒരു പെർഫെക്റ്റ് സിറ്റി കാർ, പെർഫെക്റ്റ് ഫാമിലി കാർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബലേനോയുടെ അതിനെ കുറച്ചുകൂടി ഒന്ന് ജിമ്മിൽ വിട്ട് മസിൽ വെപ്പിച്ച് എങ്ങനെ ഉണ്ടാവും, അതാണ് ഫ്രോൺസ്. അതെ, സത്യം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ എന്നും പറഞ്ഞോളന്ന് എന്നെ വിളി വെച്ചേക്കാം കേട്ടോ. എന്നാലേ ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ വേറെ ഒന്നുമില്ല, ബൈ.